നമസ്കാരം. ഋതുവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ അമ്പലമുക്ക് തോട്ടത്തറ റോഡിൽ യാത്രാ ദുരിതം. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അമ്പലമുക്കിൽ നിന്നും ആയൂരിലേക്ക് പോകുവാനും കൊല്ലത്തേക്ക് പോകുവാനുമുള്ള ഏറ്റവും എളുപ്പമാർഗമുള്ള ഒരു റോഡാണ് അമ്പലമുക്ക് തോട്ടത്തറ റോഡ്. ഈ റോഡാണ് 3 വർഷക്കാലത്തിലേറെയായി പൊട്ടിപ്പൊളിഞ്ഞ് നാമാവിശേഷമായി യാത്രക്കാർക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ കിടക്കുന്നത്. വൈകുന്നേരത്ത് ജോലിയും കഴിഞ്ഞ് വരുന്ന ആള് എന്തോ ഒരു ബുദ്ധിമുട്ടാ പോകാനും ഇറങ്ങാനും അറിയും. ഇത് പ്രധാനമായിട്ടും പിന്നെ അമ്പലമുക്ക് തോട്ടത്തറ റോഡ്. അമ്പലമുക്ക് തോട്ടത്തറ റോഡ് ആയൂരേക്ക് പോകാനും ഓയൂര് പോകാനും ആയൂര് പോകാനും കൊല്ലത്ത് പോകാനും എല്ലാം ഈ വഴി ഇറങ്ങി പോവാം. നിരവധി സ്കൂൾ വാഹനങ്ങൾ. പിന്നെ രാവിലെ എത്ര വണ്ടിയാ പോകണ സ്കൂൾ ബസ്? ഏകദേശം 1 കിലോമീറ്ററോളം ഭാഗം പൊട്ടിപ്പൊളിഞ്ഞു. ഏറ്റവും വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞ 2-3 വർഷം മുന്നേ കോൺക്രീറ്റ് ചെയ്തത്. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരു പരിപാടിയും നടക്കത്തില്ല. എത്ര കാലം കൊണ്ട് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്? ഇതിപ്പോ ഒരു 3-4 വർഷമായി ഇങ്ങനെ തന്നെ കിടക്കുന്ന. ഇവിടെ വേറെ പണി, ആ കോൺക്രീറ്റ് അല്ലാതെ വേറെ പണി നടന്നിട്ടില്ല. നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല, ഒന്നും നടക്കുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഇലക്ഷൻ സമയത്ത് റോഡ് പാസ്സായി പണി പെട്ടണുണ്ട്, ഈ മാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ ബോർഡ് വെച്ചത്. അവര് പിന്നെ ആ പോക്ക് പോയതായി. ഇലക്ഷൻ കഴിഞ്ഞ ആ പോക്ക് പോയി. പിന്നെ ബോർഡ് എല്ലാരും കൂടെ എടുത്ത് കളഞ്ഞ്. അല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയല്ലേ. ഇതൊക്കെ ഒരു തന്ത്രം, അത്രയേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ട്. യാത്ര ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ ആയൂര് പോവാണെങ്കിൽ ഇതിലെ പോകാൻ പെട്ടെന്ന് എളുപ്പമാണ്. അമ്പലമുക്ക് ഇറങ്ങി പോകാൻ ദൂരം കൂടുതൽ. ഇവിടെ തന്നെ താമസിക്കുന്നു. അപ്പൊ നമുക്ക് പോകാനാണ് ഇത് നമുക്കൊരാള് രാത്രി ലോഡ് വെച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. എങ്ങനെ അങ്ങോട്ട് വരും പറഞ്ഞു വീഴും, ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വീഴും. പെട്ടെന്ന് ശരിയാക്കിയ ജനങ്ങൾക്ക് നല്ല ഉപകാരമായി മാറും. നല്ല കാര്യമാണ്. രാത്രികാലങ്ങളിൽ യാത്രയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും റോഡ് പണി ഇതുവരെയും തുടങ്ങാൻ കഴിയുന്നില്ല എന്ന ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇളമാട് പഞ്ചായത്തിലെ 2 പ്രധാനപ്പെട്ട റോഡുകളെ തങ്ങളിൽ ബന്ധിപ്പിക്കുന്ന അമ്പലമുക്ക് റോഡ്, തോട്ടത്തറ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സാധാരണക്കാർക്ക് പോലും ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ഓട്ടോറിക്ഷ പോലും ഇരുചക്ര വാഹനങ്ങളായാൽ തന്നെ അതിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോൾ ഉള്ളത്. നിരവധി സ്കൂളിന്റെ ബസ്സുകൾ ഉൾപ്പെടെ സാധാരണക്കാർ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു റോഡിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അമ്പലമുക്ക് ജംഗ്ഷനിൽ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി. ഈ റോഡിന്റെ പണി ചെയ്യുന്നതിന് വേണ്ടി 16,12,000 രൂപ അനുവദിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ ഇന്ന് ആ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 8-9 മാസം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ആ ഫ്ലെക്സ് ബോർഡ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അമ്പലമുക്ക് സ്ഥാപിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ ഫ്ലെക്സ് ബോർഡ് അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഈ റോഡ് അനുവദിച്ച തുക എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഏത് രീതിയിൽ ആണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ ഈ പ്രദേശവാസികൾക്ക് താല്പര്യമുണ്ട്. ഈ റോഡ് ഇന്ന് സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്നതിന് ഏറെ ബുദ്ധിമുട്ടുകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ റോഡിന്റെ ടെൻഡർ ആയി കഴിഞ്ഞു. ഈ സമയത്തോളം ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരോ എന്ത് ചെയ്തു എന്നുള്ളതാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് 3 വർഷത്തിലേറെയായിട്ടും ശരിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർ രേഖപ്പെടുത്തുന്നത്. എന്നാൽ റോഡിന്റെ പണി ഉടൻ തന്നെ ആരംഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് അറിയിച്ചു. ഋതുവിഷൻ ന്യൂസ്, ചടയമംഗലം.